ഓസ്ട്രേലിയക്കെതിരെയുള്ള സിംബാബ്വെയുടെ വിജയം എന്നെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നുണ്ട്. പഴയകാല സിംബാബ്വെ ടീം നമ്മുടെ നൊസ്റ്റാൾജിയയുടെ ഭാഗമാണ്. ഒരു കാലത്ത് നാം അവരെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. ആൻഡി ഫ്ലവറിനെ മറക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? റിവേഴ്സ് സ്വീപ്പ് എന്ന ഷോട്ടിന് ഇന്ത്യയിൽ ജനപ്രീതി നൽകിയത് ആൻഡി ആയിരുന്നു. അയാൾ ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ നായകന്മാർ റിവേഴ്സ് സ്വീപ്പിനുള്ള ഫീൽഡ് വരെ ഒരുക്കുമായിരുന്നു. ആൻഡിയുടെ ബാറ്റ് ഇന്ത്യയെ പലതവണ വേട്ടയാടിയിട്ടുണ്ട്. എന്നിട്ടും അയാളെയും സഹോദരൻ ഗ്രാൻഡ് ഫ്ലവറിനെയും നാം സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ സ്നേഹിച്ചിരുന്നു. ഡഗ്ലസ് മാരിലിയറിനെ ഓർക്കുന്നില്ലേ? ദിൽസ്കൂപ്പുമായി ദിൽഷൻ വരുന്നതിന് മുമ്പ് സ്കൂപ്പ് ഷോട്ടുകളിലൂടെ നമ്മുടെ മനസ്സുകളിൽ ഇടം നേടിയ മാരിലിയർ. 21ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഫരീദാബാദിൽ ഇന്ത്യക്കെതിരെ മാരിലിയർ കളിച്ച ഇന്നിംഗ്സ് ഒരു ഇതിഹാസം തന്നെയായിരുന്നു. ഒരു കളിയിൽ ഇന്ത്യയെ തകർത്തെറിഞ്ഞ ഹെൻറി ഒലോങ്കോ എന്ന സിംബാബ്വെ പേസ് ബോളറോട് നല്ല ദേഷ്യം തോന്നിയിരുന്നു. പക്ഷേ അധികം വൈകാതെ ഷാർജയിൽ വെച്ച് സച്ചിൻ ടെണ്ടുൽക്കർ ഒലോങ്കയെ തല്ലിച്ചതച്ചപ്പോൾ ആ വേദന നാം മറന്നു. നമ്മുടെ കുട്ടിക്കാലത്തെ എത്രയെത്ര ഓർമ്മകളാണ് സിംബാബ്വെ ടീമിന് ചുറ്റും വലം വെക്കുന്നത്. അങ്ങനെയുള്ള സിംബാബ്വെ ടീം തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത് സങ്കടകരമായ കാഴ്ച തന്നെയായിരുന്നു. സിംബാബ്വെയുടെ പതനത്തിൻ്റെ കാരണങ്ങൾ നിരവധിയായിരുന്നു. പട്ടിണി, അഴിമതി, പ്രതാപദാരിദ്ര്യം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളെ ആ ജനത അഭിമുഖീകരിച്ചിരുന്നു. 2022 സിംബാബ്വെ നമീബിയയോട് ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അന്ന് സിംബാബ്വെ ടീം അംഗങ്ങളായ ബയൻ ബെന്നറ്റ് പ്രതികരിച്ചു. സിംബാബ്വെ ദേശീയ ടീമിന് ഇനി താഴോട്ട് പോകാനാവില്ല. ഇതാണ് പരിപൂർണമായ പതനം. 4 വർഷങ്ങൾ കഴിഞ്ഞു. സിംബാബ്വെ ഇപ്പോൾ ഗംഗാരുപ്പടയെ അടിയറവ് പറയിച്ചിരിക്കുന്നു. ബ്രയാൻ ബെന്നറ്റ് 64 റൺസോടെ ടോപ്പ് സ്കോററാകുന്നു. എത്ര സുന്ദരമായ കഥ! ബ്ലെസ്സിൻ മുസരബാനി എന്ന പേസറുടെ കാര്യം നോക്കുക. മുൻ സിംബാബ്വെ താരമായ തട്ടേണ്ട തൈബുവാണ് മുസരബാനിയെ കണ്ടെടുത്തത്. തൈബു പറയുന്നു, ആദ്യമായി കാണുമ്പോൾ മുസരബാനി പോഷകാഹാരക്കുറവുള്ള ഒരു ബാലനായിരുന്നു. ഇവന് ക്രിക്കറ്റ് കളിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ അവൻ്റെ വളർച്ച ശരവേഗത്തിലായിരുന്നു. ഓസീസിൻ്റെ 4 വിക്കറ്റുകളാണ് മുസരബാനി അരിഞ്ഞിട്ടത്. ഫാസ്റ്റ് ബോളറായ മുസരബാനി പേസും ബൗൺസും ഉൽപ്പാദിച്ചത് കൊളംബോയിലെ സ്ലോ പിച്ചിലാണ്. പണ്ട് പട്ടിണി മൂലം വിഷമിച്ചിരുന്ന ഒരാളുടെ ഏറ്റവും കരുത്തുറ്റ വളർച്ചയാണിത്. സിംബാബ്വെയുടെ നെടുംതൂണായ സിക്കന്ദർ റാസ ഒരു പാകിസ്ഥാനുകാരനാണ്. ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ റാസയോട് ചോദിച്ചു, ജന്മനാടായ പാകിസ്ഥാനെതിരെ കളിച്ചപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി? എന്നാൽ റാസയുടെ മറുപടി ഇതായിരുന്നു, പാകിസ്ഥാനിൽ ജനിച്ച സിംബാബ്വെക്ക് വേണ്ടി കളിക്കുന്ന ഒരാളാണ് ഞാൻ. 2 രാജ്യങ്ങളും എന്നെ സ്നേഹിക്കുന്നു. ലളിതമെന്ന് തോന്നുന്ന ഒരു ഉത്തരമായിരുന്നു. പക്ഷേ അതിനേക്കാൾ നന്നായി ആർക്കും കളിയുടെ മഹത്വത്തെ നിർവചിക്കാനാകില്ല. സിംബാബ്വെ ടീം കുതിപ്പ് തുടരട്ടെ. നമ്മുടെ മനസ്സുകളിലെ ഓർമ്മ ചിത്രങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കട്ടെ.